നല്ല സന്ധ്യാസമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യൂദായുടെ ലേഖനമാണ് നമ്മൾ പ്രമാണമായിട്ട് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് 20-ാം വാക്യമാണ് നമ്മൾ വായിച്ചു പഠിച്ചത്. ഇന്ന് രാത്രി 21-ാമത്തെ വാക്യം വായിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനായിട്ട് അവസരമെടുക്കാം. 21-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ശ്രദ്ധിക്കുക, 21-ാം വാക്യത്തിൽ പൊതുവെ 20 മുതലുള്ള വാക്യങ്ങൾ വിശ്വാസികളായ ദൈവമക്കളായ നമ്മോടുള്ള ബന്ധത്തിൽ നാം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കരുതേണ്ട ചില കാര്യങ്ങളാണ് ആ വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലെ 20-ാം വാക്യത്തിലെ 2 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയുണ്ടായി. ഇന്ന് രാത്രി നാം വായിച്ച 21-ാം വാക്യത്തിൽ അടുത്ത 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ വ്യക്തമാണ് 2 വാക്കുകൾ. ഒന്നാമത് അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കരുണയ്ക്കായി കാത്തിരിക്കണം. കരുണയ്ക്കായി കാത്തിരിക്കണം. രണ്ടാമത്തെ വാക്ക്, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. ഇന്ന് രാത്രി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ 2 വാക്കുകളാണ്. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നമുക്ക് ആ ദൈവവചനത്തിൻ്റെ മുൻപിൽ ആയിരിക്കാം. കരുണയ്ക്കായി കാത്തിരിക്കുക എന്ന ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, ലളിത ഭാഷയിൽ ആ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദൈവസ്നേഹത്തിന് കടന്നു വന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയുന്ന പരിധിക്കുള്ളിൽ എപ്പോഴും നിങ്ങൾ ഒതുങ്ങി നിൽക്കണം. ഒന്നും കൂടെ പറയുന്നു. ദൈവസ്നേഹത്തിന് കടന്നു വന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയുന്ന പരിധിക്കുള്ളിൽ എപ്പോഴും നമ്മൾ ഒതുങ്ങി നിൽക്കണം. പരിധിക്കുള്ളിൽ എന്ന ആ വാക്ക് നമുക്കിപ്പോൾ പരിചയമുള്ളൊരു വാക്കാണ്. നമ്മൾ ചിലരെ മൊബൈലിൽ വിളിക്കുമ്പോൾ പരിധിക്ക് പുറത്താണെന്ന് ഒരു അനൗൺസ്മെന്റ് സാധാരണയാണ്. ചിലപ്പോൾ അതിനകത്ത് കാര്യമൊന്നും കാണിയല്ല, എങ്കിൽ പോലും പരിധിക്ക് പുറത്താണ് എന്ന് സാധാരണ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഇവിടെ ദൈവമക്കൾ എപ്പോഴും പരിധിക്കകത്താകണം. ഏതാണ് പരിധി? ദൈവ സാന്നിധ്യത്തിൻ്റെ പരിധി. പരിധി വിട്ടു പോകാൻ പാടില്ല. നമ്മുടെ ചിന്തകൾ കൊണ്ടോ ഇടപാടുകൾ കൊണ്ടോ സംസാരങ്ങൾ കൊണ്ടോ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരിക്കലും നമ്മൾ പരിധി വിട്ട് പോകരുത്. നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മളോട് കരുണ കാണിക്കാൻ, നമുക്ക് ഏതെങ്കിലും ഒരു നന്മകൾ നൽകാൻ ദൈവമായ കർത്താവ് നമ്മെ അന്വേഷിക്കുമ്പോൾ നമ്മൾ അവിടെ കാണണം, പരിധി കാണണം. നമ്മൾ പരിധിക്കകത്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് വേറെ ആർക്കെങ്കിലും ലഭിച്ചുകൊണ്ട് വരും. ദൈവമക്കളായ നമ്മെ ദൈവമാക്കിയിരിക്കുന്ന ഒരു പരിധിയുണ്ട്. ആദമിനെയും ഹവ്വയെയും ദൈവമാക്കിയ ഒരു പ്രത്യേക സർക്കിൾ ഉണ്ട്. അവരതിനകത്ത് എപ്പോഴും ശ്രദ്ധയോടെ ആയിരിക്കണം. പക്ഷെ അവർക്ക് പറ്റിയ അപകടം, ശ്രദ്ധയോടെ അവിടെ ആയിരിക്കേണ്ടതിന് പകരം വേറെ ചില ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് വരും. ആ ബന്ധം അവർക്ക് വലിയൊരു ഭാരമായിട്ട് മാറി. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലും നല്ല ചിന്തകൾ വരുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. നാം നമ്മോട് തന്നെ ചോദിക്കുക,
കരുണയ്ക്കായി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് വന്ന് എന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ആ സർക്കിളിലാണോ എൻ്റെ ജീവിതം എന്ന് നാം ശ്രദ്ധിക്കണം. ഇരമ്യാവിൻ്റെ പ്രവചനത്തിൽ പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടില്ല. കളിക്കാരുടെ കൂട്ടത്തിൽ. സാധാരണ കളി എന്നൊക്കെ പറയുമ്പോൾ ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, അതിനോട് ബന്ധപ്പെട്ട എല്ലാ പേര് പോലും പറയാൻ എനിക്കറിയാൻ പറ്റില്ല. ചിലർ ചോദിക്കാറുണ്ട്, ഇതൊക്കെ കാണുന്നത് തെറ്റാണോ? തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. തെറ്റാണെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമായിരിക്കും അങ്ങനെ പറയുന്ന ഒരാൾ. പക്ഷേ വേദപുസ്തകം പറയുന്നത് ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടില്ലെന്നാണ്. ഇന്ന് രാത്രി ഈ കളികളെല്ലാം കാണണോ കാണണ്ടായോ എന്ന് അവരവർ തീരുമാനിക്കുക. പക്ഷേ എൻ്റെ മനസ്സിലെ ഒരാശയം ഞാൻ പങ്കുവെക്കാം. നാം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ പരിധിയിൽ നിന്ന് പുറത്താകുന്നെങ്കിൽ ആ കളിയുമായി നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല. ദൈവികമായ ചിന്തകളും ദൈവികമായ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അന്യപ്പെടുന്ന യാതൊരു കാര്യങ്ങളിലും ഒരു ദൈവ പൈതൽ ഇടപെടരുത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വളരെ കരുതേണ്ട കാര്യമാണ്. ഉപദേശ സംബന്ധമായ ഒരു നല്ല ശക്തമായ ധ്വനി ഈ വേദഭാഗത്തുണ്ട്. ഇതിനെ നമ്മൾ വ്യാഖ്യാനിച്ചു വരുമ്പോൾ ദൈവസ്നേഹത്തിന് കടന്നു വന്ന് അനുഗ്രഹിക്കാൻ കഴിയുന്ന ആ പരിധിയിൽ എപ്പോഴും നമ്മളായിരിക്കണം. ഇന്ന് രാത്രിയിൽ ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ തരുന്നു. എപ്പോഴും ആ ചിന്തയോടെ നമ്മുടെ ജീവിതം നാം മുൻപോട്ട് നയിക്കണം. ഒരിക്കലും പരിധി വിട്ട് നാം പോകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവീക ബന്ധത്തിൽ നിന്ന് അന്യപ്പെടരുത്. സങ്കീർത്തനത്തിലൊരു ഭാഗം ഞാനിവിടെ ഓർപ്പിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ. 118 സങ്കീർത്തനത്തിലെ വാക്യാണ്. യാഗപീഠം ക്രിസ്തുവിനെ കാണിക്കുകയാണ്. അപ്പൊ ക്രിസ്തുവാകുന്ന യാഗപീഠത്തോട് ചേർത്ത് കയറുകൊണ്ട് യാഗമൃഗത്തെ കെട്ടുകയാണ്. അപ്പൊ നമുക്കെന്നാ അതുമായിട്ട് ബന്ധം? പുതിയ നിയമത്തിൽ നമ്മളാണ് യാഗമൃഗം, നാം തന്നെയാണ് യാഗവസ്തു. രണ്ട് ചിന്തകൾ കയറ് എന്ന വാക്കിനോട് ബന്ധപ്പെട്ടുണ്ട്. ഒന്ന് ദൈവവചനം, രണ്ട് ദൈവസ്നേഹം. അപ്പോൾ ദൈവവചനമാകുന്ന കയറുകൊണ്ട് ക്രിസ്തുവാകുന്ന യാഗപീഠത്തോട് ചേർത്ത് എന്നെ ബന്ധിക്കണം. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാം പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങയോട് ചേർത്ത് എന്നെ കെട്ടണമേ. ഹല്ലേലൂയ. അങ്ങയിൽ നിന്ന് അകന്നു പോകുന്ന, പരിധി വിടുന്ന ഒന്നുമായി ബന്ധപ്പെടാൻ എനിക്കിടയാകരുത്. പരിധി വിടും എന്നതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നത്, നിങ്ങളുടെ അധരത്തിൽ നിന്ന് പൊട്ടച്ചൊൽ, കളിവാക്ക്, മനസ്സിലായോ? ഇങ്ങനെ ചേർച്ചയല്ലാത്തതൊന്നും അരുത്. സ്തോത്രം. ഒരു ചെറിയ രസം പറയുകയോ ഒന്ന് ചിരിക്കുകയോ ചെയ്യുന്നതിന് ഞാൻ തടസ്സം പറയുകയല്ല. പക്ഷെ അതൊന്നും പരിധി വിടാൻ പാടില്ല. ചിലര് തമാശ പറയാൻ തുടങ്ങിയാൽ എല്ലാ പരിധിയും വിട്ട് ദൈവമക്കൾ, ദൈവദാസൻ എന്നുള്ള ചിന്തയൊക്കെ വിട്ട് പറയുന്ന ആളുകളെ കാണാം. ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു, നാം എന്ത് സംസാരിച്ചാലും പരിധി വിടരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എൻ്റെ മനസ്സിലെ മറ്റൊരു ആശയം ഞാൻ പറയാം. ഈ പരിധിക്കകത്ത് കഴിയുന്നവനെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. പരിധി വിട്ടു പോകുന്നവർക്ക്, പരിധിക്ക് പുറത്തു പോകുന്നവർക്ക് യേശു കർത്താവിന്റെ മടങ്ങി വരവിൽ കാഹളത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല.
അതുകൊണ്ട് പരിധി വിടുന്ന കാര്യങ്ങൾ കേൾക്കരുത്, പരിധി വിടുന്ന കാര്യങ്ങൾ സംസാരിക്കരുത്, പരിധി വിടുന്ന കാര്യങ്ങൾ ചിന്തിക്കരുത്, പരിധി വിടുന്ന കാര്യങ്ങൾ മനസ്സിൽ ഉണ്ടാകരുത്, പരിധി വിടുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ കൈകൾ പോകരുത്, പരിധി വിടുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ കാലുകൾ ചലിക്കരുത്. ഈ ചിന്ത ഇന്ന് രാത്രി ശക്തമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചന പഠനത്തില് ഉപദേശ സത്യങ്ങൾ ശക്തമായി ധ്വനിക്കുന്ന വാക്യമാണ് 21-ാം വാക്യം. അത് ഞാൻ ആവർത്തിച്ച് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇനി വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ വരാം. കരുണയ്ക്കായി കാത്തിരിക്കുക. കരുണ. നമുക്ക് എബ്രായ ലേഖനത്തിലൊരു വാക്യം ശ്രദ്ധിക്കാം. 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യഭാഗം നമുക്കൊന്ന് വായിക്കാം. എന്താണ് ആ വചനത്തിൽ, എബ്രായ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ശ്രദ്ധിക്കണം, ഇത് ഈ ചിന്തയുടെ വേറൊരു പാർട്ടാണ്, വേറൊരു ഭാഗമാണ്. എന്താണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്? കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് കരുണയ്ക്കായി കാത്തിരിക്കുക എന്നാണ്. കരുണയ്ക്കായി കാത്തിരിക്കുക. അത് ഞാൻ അല്പം വിശദമാക്കി ഇനി ആവർത്തിക്കുന്നില്ല. എന്നാൽ എബ്രായ ലേഖനക്കാരൻ പറയുന്നത് കരുണ ലഭിപ്പാൻ അടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരുണ ലഭിക്കാൻ നാം ദൈവസന്നിധിയോട് എന്ത് ചെയ്യണം? അടുത്ത് ചെല്ലണം. ആ വാക്യം ഒന്നും കൂടെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കൃപാസനത്തോടെ നാം അടുക്കുമ്പോൾ രണ്ട് കാര്യം നമുക്ക് ലഭിക്കും. എന്തൊക്കെയാണ് ലഭിക്കുന്നത്? കരുണ, മറ്റൊന്ന് കൃപ. പ്രൈസ് ദി ലോർഡ്. കൃപാസനത്തോട് നമുക്ക് അങ്ങനെ അടുക്കാൻ കഴിയോ? അടുക്കാൻ കഴിയും. സമാഗമന കൂടാരത്തിൽ അതിപരിശുദ്ധ സ്ഥലത്തുള്ള ഒന്നാണ് കൃപാസനം. പെട്ടകം, അതിന്റെ മുകളിൽ കൃപാസനം. കൃപാസനത്തോട് അടുക്കാൻ മഹാപുരോഹിതന് ആണ്ടിലൊരിക്കലേ പറ്റൂ, വർഷത്തിലൊരിക്കൽ. അതും ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ തിരിച്ചു വരികയില്ല. ആണ്ടിലൊരിക്കൽ പോകണം. ആദ്യം സ്വന്തം പാപത്തിന് പരിഹാരം വരുത്തണം, പിന്നെ ജനത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താനായിട്ട് ആണ്ടിലൊരിക്കൽ പോകാം. പക്ഷെ ആണ്ടിലൊരിക്കൽ പോകുമ്പോഴും നല്ലപോലെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ മഹാപുരോഹിതൻ തിരിച്ചു വരികയില്ല. അങ്ങനെയാണ് പഴയ നിയമത്തിന്റെ ക്രമീകരണങ്ങൾ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാര്യം മാറി. എന്താണ്? നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായപ്പോൾ മന്ദിരത്തിലെ തിരശീല മുകൾ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് കൃപാസനത്തോട് അടുക്കാം. അതിന് തടസ്സമില്ല, അവിടെ തിരശീലയില്ല, നമുക്ക് അടുക്കാം. പക്ഷേ പലപ്പോഴും നമ്മൾ അടുക്കാറില്ലെന്നുള്ളതാണ് സംഭവം. നമ്മൾ എപ്പോഴൊക്കെയാണ് കർത്താവിനോട് അടുക്കുന്നത്, കൃപാസനത്തോട് അടുക്കുന്നത്, കൃപ പ്രാപിപ്പാൻ ചെല്ലുന്നത് എപ്പോഴാണ്? ഞായറാഴ്ച ആരാധനയ്ക്കോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കോ, അല്ലെങ്കിൽ ഇടദിവസത്തെ മീറ്റിങ്ങിനൊക്കെയാണ് നമ്മൾ കൃപാസനത്തോട് അടുക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് നേരമില്ല. എന്നാൽ ഇവിടെ ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഓർപ്പിക്കുന്ന ചിന്ത, ദൈവമക്കളായ നമ്മൾ എല്ലാ ദിവസവും അല്ല,
എല്ലാ സമയവും കൃപാസനത്തോടടുത്ത് ചെന്ന് കരുണയും കൃപയും നാം പ്രാപിക്കണം. അതിന് ദൈവം നമുക്ക് എന്ത് നൽകിയിട്ടുണ്ട്? അവസരം നൽകിയിട്ടുണ്ട്. അതിനുള്ള വഴി തുറന്നിട്ടുണ്ട്. ഇന്ന് സന്ധ്യയിൽ ഈ ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും നിലയിലുള്ള ക്ഷീണം നമ്മുടെ അകത്തെ മനുഷ്യന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അകത്തെന്തെങ്കിലും മടുപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവ് ഇവിടെ പറയുന്നൊരു സന്ദേശമുണ്ട്. ധൈര്യത്തോടെ കൃപാസനത്തോട് അടുക്കുക. അടുക്കുമ്പോൾ കരുണയും നമുക്ക് ലഭിക്കും, കൃപയും നമുക്ക് ലഭിക്കും. ആമേൻ, ഹല്ലേലൂയ. പ്രതിസന്ധികളെ അതിജീവിക്കാൻ, ഭാരങ്ങളെ അതിജീവിക്കാൻ, വേദനകളെ അതിജീവിക്കാൻ നമുക്ക് ഇന്ന് രാത്രി കൃപ തരാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. കൃപ എന്നുള്ള വാക്കിൽ തന്നെ നിന്നാൽ ഒരുപാട് സമയങ്ങൾ നിൽക്കേണ്ടി വരും. പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അപ്പൊ കൃപ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ കൃപ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഹോദരങ്ങളെ, ശക്തിപ്പെടാൻ പറ്റും. ഹല്ലേലൂയ. ഒരു കാര്യം നമുക്ക് ബോധ്യമായല്ലോ, നമ്മുടെ ശക്തി കൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റില്ല. ശാസ്ത്രം എത്രയോ പുരോഗമിച്ചു. ചന്ദ്രനിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വീട് വെക്കാനുള്ള ശ്രമത്തിലായിരുന്നു ശാസ്ത്രലോകം. പക്ഷേ ചന്ദ്രനിൽ പോയി വീടൊന്നും വെക്കണ്ടായിരുന്നു. ഈ സോപ്പിട്ട് കഴുകിയാ പോകുന്ന ഈ വൈറസിനെ ഒന്ന് ശമിപ്പിക്കാൻ, ഇതിനൊരു പരിപാടി എടുക്കാൻ നമ്മുടെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്താണത് മനസ്സിലാക്കുന്നത്? ഞാൻ ശാസ്ത്രലോകത്തെ ഒരു മോശമാക്കി പറയുകയല്ല. അവർ കഴിവുള്ളവരാണ്, കണ്ടുപിടുത്തങ്ങളുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ചില കാര്യങ്ങളുടെ മുൻപിൽ എല്ലാ ഉന്നമനങ്ങളും പരാജയപ്പെടുകയാണ്. ആമേൻ. ഇവിടെ ഒരു കാര്യം വ്യക്തം, സഹായിപ്പാൻ ആർക്കേ പറ്റൂ. ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, സകലത്തിന്മേലും അധികാരമുള്ള, സകലത്തെയും കൈകളിൽ വഹിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, സർവശക്തനായ ദൈവത്തിന് മാത്രമേ ഈ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ സഹായിക്കാൻ പറ്റൂ. നമ്മുടെ കൊച്ചു കേരളത്തിൽ നാം എല്ലാവരും ഏറെ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ്. ഈ വചനം പഠിക്കാൻ എന്നോട് ഒരുമിച്ചായിരിക്കുന്ന ദൈവദാസന്മാരോട്, സഹോദരങ്ങളോട് ഞാൻ പറയാം, ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്ത് ചെന്നാൽ കരുണ നൽകാൻ, കൃപ നൽകാൻ നമ്മുടെ അപ്പച്ചൻ ശക്തൻ എന്നിന്ന് രാത്രിയിൽ ഞാൻ ഉറക്കെ പ്രസ്താവിക്കുകയാണ്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികളെയും ഓവർകം ചെയ്യാൻ, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈ വചന പഠനത്തിൽ ഇന്ന് രാത്രി ഉയരത്തിലെ ശക്തി വ്യാപരിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. ആമേൻ. ക്ഷീണങ്ങളെല്ലാം മാറി നമ്മുടെ ഭാഗത്ത് വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി വലിയ ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തോട് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഏറെ വിശദമാക്കി പോകുന്നില്ല, സമയം നീങ്ങുകയാണല്ലോ. അപ്പൊ ഒന്നാമത്തെ കാര്യം, കരുണയ്ക്കായി കാത്തിരിക്കുക. 21-ാം വാക്യത്തിലെ ആ വാക്കിന്റെ 2 ഭാഗങ്ങൾ എൻ്റെ ചെറിയ അറിവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. ഇനി 4-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 20 മുതലുള്ള വാക്യങ്ങൾ പഠിച്ചു വരുമ്പോൾ അതിലെ 4-ാമത്തെ കാര്യം. അപ്പോൾ തന്നെ 21-ാം വാക്യത്തിലെ 2-ാം കാര്യം എന്താണ്? ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുക, അതാണ് അതിന്റെ ശരിയായ അർത്ഥം. സൂക്ഷിക്കുക,
അല്ലെങ്കിൽ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക? കാത്തുകൊള്ളുക. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന ബോധ്യമാണ്. അങ്ങനെ ഒരു ബോധ്യം അവിടെ വരികയാണ്. നമ്മളെ സൂക്ഷിക്കുന്ന, നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിലുണ്ട്. പക്ഷേ വചനം പറയുന്നു, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. 1-2 വാക്യങ്ങൾ വായിച്ച് ഞാനതൊന്ന് വിശദമാക്കാം. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം നമുക്കെടുക്കാം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 12-14 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, അതെ, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഇല്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എന്റെ ഉപനിധി. അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. അതെ. ഇനി 14-ാം വാക്യം കൂടെ. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമ്മിൽ വസിക്കുന്ന ഉപനിധി. ആരാ ഉപനിധി എന്ന് അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ആരാണ് അവിടെ ഉപനിധി എന്ന് ദൈവത്തിന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കർത്താവാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ ഉപനിധിയെ നാം എന്ത് ചെയ്യണം? പരിശുദ്ധാത്മ സഹായത്തോടെ സൂക്ഷിക്കണം. ശ്രദ്ധിച്ചു കേൾക്കുക വാക്ക്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഞാൻ വ്യക്തമാക്കുന്നു, നമ്മിൽ ദൈവം പകർന്നിരിക്കുന്ന ആ ഉപനിധിയെ എന്തിനാൽ നമ്മൾ സൂക്ഷിക്കണം? പരിശുദ്ധാത്മ സഹായത്താൽ സൂക്ഷിക്കണം. അത് നമ്മുടെ കർത്തവ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. റോമാലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. 8-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പൗലോസ് പറയുന്ന ചില പദങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ. അപ്പൊ ഈ സ്നേഹത്തിൽ നിന്ന് വേർപിരിയാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് അടുത്ത വരി. കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. അതെ, നിന്റെ നിമിത്തം ഞങ്ങളെ ശ്രദ്ധിക്കണം. ആ വേദഭാഗങ്ങൾ സമയം പോലെ നിങ്ങളത് വായിക്കുക. 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആരാണ്? പല വിധത്തിലുള്ള കഷ്ടതകൾ. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, ആപത്തൊക്കെ പറയുന്നുണ്ട്. ഇവയ്ക്കൊന്നിനും എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ വളരെ കൃത്യമായി ഞാൻ ഓർപ്പിക്കുന്നു, പ്രിയരെ, ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കണം. ഇവിടെ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ നിലനിൽക്കണം എന്ന് പറയുമ്പോൾ അതിനൊരല്പം പരിശ്രമം ആവശ്യമാണ്. അല്പം ബുദ്ധിമുട്ട് ഈ കാര്യത്തിലുണ്ട്. കാരണം ലോകത്തിലേക്ക് ആകൃഷ്ടരായി ദൈവസ്നേഹത്തിൽ നിന്ന് വീണുപോകാൻ സാധ്യത ഉണ്ട്. ഒന്നും കൂടെ പറയാം. ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നതിന് നമ്മുടെ പരിശ്രമം വേണം. കാരണം ലോകത്തിലേക്ക് ആകൃഷ്ടരായി ദൈവസ്നേഹത്തിൽ നിന്ന് വീണുപോകാൻ സാധ്യതയുണ്ട്. ഉണ്ടോ? നിശ്ചയമായിട്ടുമുണ്ട്. ഞാൻ നിങ്ങളെ ഏദൻ തോട്ടത്തിലേക്ക് തന്നെ ഒന്നുകൂടെ കൊണ്ടുപോകാം. ആദമും ഹവ്വയും അവിടെ പാർക്കുന്നു. എല്ലാ ദിവസവും വെയിലാറുമ്പോൾ യഹോവയായ ദൈവം ആ തോട്ടത്തിൽ വരുന്നു.
വളരെ സന്തോഷമായിട്ട് അവർ കഴിയുകയാണ്. പക്ഷേ അത്രയും ദൈവിക ബന്ധമുണ്ടായിരുന്ന ആദം ഹൗവ, ദൈവതേജസ്സിനാൽ മൂടപ്പെട്ടവർ, എവരുടെ ദൈവിക സമ്പർക്കമുള്ളവർ വീണുപോയി, പരാജയപ്പെട്ടു പോയി. എന്താണ് അവർ പരാജയപ്പെടാനുണ്ടായ കാരണം? അവരെ നോക്കിയപ്പോൾ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷം, അതിന്റെ ഫലം കാണാൻ നല്ല ഭംഗി. ആ ഭംഗി അവരെ ആകർഷിച്ചു. ആ ആകർഷണത്തിൽ അവരെന്തായി? അവരുടെ ജീവിതം കുരുങ്ങിപ്പോയി. സഹോദരങ്ങളെ, വലിയ പ്രതീക്ഷയോടെ വിശ്വാസയാത്ര ആരംഭിച്ച നമ്മൾ, വലിയ വെളിപ്പാടോടെ ജീവിതം ആരംഭിച്ച നമ്മൾ, നമ്മുടെ പിതാക്കന്മാർ സത്യത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ച് വിട്ടുകളഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ടു. എന്നാൽ കാലാന്തരത്തിൽ നന്മകൾ ഉണ്ടായപ്പോൾ, സാമ്പത്തിക ഭദ്രത വർദ്ധിച്ചപ്പോൾ, സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വന്നപ്പോൾ നാം എവിടേക്ക് പോയി? ലോകത്തിലേക്ക് ആകൃഷ്ടരായി. ഇന്നത്തെ വേദനകളുടെ പിന്നിലെ ഒരു രഹസ്യം ഞാൻ പറയാം. നാം ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയതാണ് ഈ വിഷമങ്ങളുടെ പിന്നിലെ പ്രധാന രഹസ്യം. ഇവിടെ അതുകൊണ്ട് ഒരു വാക്ക് ഞാൻ എടുത്തു പറയുന്നു. ദൈവജനം ദൈവത്തിങ്കലേക്ക് മടങ്ങി വരട്ടെ. ആദിമ സ്നേഹത്തിലേക്ക്, ആദിമ അനുഭവങ്ങളിലേക്ക്, ആദിമ ആത്മീക ചിന്തകളിലേക്ക് ദൈവജനം മടങ്ങി വരേണ്ട കാലമാണ്. ആമേൻ. ലോകത്തിലേക്ക് ആകൃഷ്ടരായി ദൈവസ്നേഹത്തിൽ നിന്ന് വീണുപോകാൻ സാധ്യതയുള്ള ഈ ലോകത്തിൽ ഈ വചനം പറയുന്നു, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഇന്ന് രാത്രി ഈ രണ്ട് വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ നൽകുകയാണ്. കർത്താവ് മടങ്ങി വരാൻ വൈകുന്നെങ്കിൽ, ആയുസ്സും ലഭിക്കുന്നെങ്കിൽ 22-ാം വാക്യം അടുത്ത ക്ലാസ്സിൽ, അടുത്ത ചൊവ്വാഴ്ച നമുക്ക് പഠിക്കാൻ അവസരമെടുക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ 21-ാം വാക്യത്തിൽ ഈ രണ്ട് വാക്കുകളുടെ മുൻപിൽ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സമർപ്പിക്കാം. കരുണയ്ക്കായി കാത്തിരിക്കുക, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. ആമേൻ. ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കാനുള്ള വഴി ഞാൻ നിങ്ങളോട് പറയാം. സമയം കിട്ടുമ്പോഴെല്ലാം ക്രൂശിനെ ധ്യാനിച്ചാൽ, നീചരായ രണ്ടാളുകളുടെ നടുവിൽ മൂന്നാണികളിൽ സ്വന്തം തോളിൽ തലചായിച്ച് പ്രാണനെ വെടിഞ്ഞ യേശുനാഥനെ ധ്യാനിച്ചാൽ ആ സ്നേഹത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയും. ആ സ്നേഹത്തിൽ നമ്മുടെ ജീവിതം തുടരാൻ കഴിയും. ആ സ്നേഹത്തിൽ നിന്ന് അന്യപ്പെടാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വാക്കുകൾ, വചന പഠനം നമുക്കതിന് പ്രയോജനമാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ക്രിസ്തുവാകുന്ന യാഗപീഠത്തോട് ചേർത്ത് വചനമാകുന്ന കയറുകൊണ്ട്, ദൈവസ്നേഹത്തിന്റെ പാശം കൊണ്ട് എന്നെ ബന്ധിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാനിതാ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. എല്ലാവരും തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥനയ്ക്കായി ദയവായി സമയം കണ്ടെത്തിയാട്ടെ. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ 1-2 മിനിറ്റുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് അവസരമെടുക്കുന്നു. കണ്ണുകളടയ്ക്കാം, തലകൾ വണക്കാം. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം.